പാലക്കാട് ധോണിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും പുലി. ധോണി സ്വദേശി സുധയുടെ ആടിനെ പുലി ആക്രമിച്ചു. വീടിനോട് ചേർന്ന് കെട്ടിയിരുന്ന ആടിനെയാണ് പുലി ആക്രമിച്ചത്. 2 ദിവസം മുൻപ് മായാപുരത്തും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. അന്ന് പുലി വന്ന് ഒരു കോഴിയും പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടർ TV പുറത്തുവിടുകയും ചെയ്തിരുന്നു. പുലിക്കണി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇക്ബാൽ അറക്കൽ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, വെരി ഗുഡ് മോർണിംഗ്. ധോണിയിൽ വീണ്ടും ആ കോഴിയെ പിടിച്ചുകൊണ്ടുപോയ പുലിയാണോ ചിക്കൻ കഴിഞ്ഞിട്ട് മട്ടൻ തേടി ഇറങ്ങിയത്? അരുൺ, ഒരു കാലത്ത് PT7 കൊണ്ട് ധോണിക്കാർക്ക് ഉറക്കമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ പുലിയാണ് ധോണിക്കാരുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നത്. 3 ദിവസങ്ങൾക്ക് മുമ്പാണ് പുലി ധോണിയിലേക്ക് എത്തുന്നത്. ജനവാസ മേഖലയിലെത്തി മായാപുരം സ്വദേശിയായ ജയശ്രീയുടെ വീട്ടിലെ കോഴിയെയാണ് പുലി ആദ്യം പിടികൂടി കൊണ്ടുപോയത്. പക്ഷേ ഇന്നലെ വീണ്ടും പ്രദേശവാസിയായ മറ്റൊരു വ്യക്തിയുടെ വീട്ടിലെത്തി നായയെ ആക്രമിച്ചിരുന്നു. ഇന്ന് ഇപ്പോൾ മേലെ ധോണിയിലെ സുധ എന്ന് പറയുന്ന പ്രദേശവാസിയുടെ വീട്ടിലേക്ക് എത്തി അവിടെ വീട്ടുവളപ്പിൽ കെട്ടിയിരുന്ന ആടിനെയാണ് പുലി ആക്രമിച്ചത്. ഈ ആടിൻ്റെ ശബ്ദം കേട്ട് വീട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് ഈ പുലിയെ കണ്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും പുലിയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നേരത്തെ ജയശ്രീയുടെ വീട്ടിൽ ഈ കോഴിയെ പിടിച്ചു കൊണ്ടുപോയപ്പോൾ മുതൽ തന്നെ നാട്ടുകാർ ഒരുപോലെ ആവശ്യപ്പെട്ടിരുന്നു ഈ പുലിക്കണി സ്ഥാപിക്കണം മേഖലയിൽ നിന്ന്. പക്ഷേ ഇതുവരെയും വനവകുപ്പ് കൃത്യമായി ഇതിലൊരു ഇടപെടൽ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കിടയിൽ വലിയൊരു പ്രതിഷേധമുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് ഈ പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ള മേലെ ധോണിയിലോ അല്ലെങ്കിൽ മായാപുരം മേഖലയിലോ അതല്ലെങ്കിൽ മറ്റൊരു കോറി എന്ന് പറയുന്ന നാട്ടുകാർ പറയുന്ന മേരിമാത കോറിക്ക് സമീപം ഈ പുലിയെ പിടികൂടാനുള്ള കെണി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എത്രയും പെട്ടെന്ന് ഈ കെണി സ്ഥാപിച്ച് പുലിയെ പിടികൂടി നാട്ടുകാരുടെ ഈ ഒരു ഭീതി ഒഴിവാക്കണമെന്ന് നാട്ടുകാരെല്ലാം ഒരുപോലെ ആവശ്യപ്പെടുകയാണ്. ഇനി ഇതിലൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്നുൾപ്പെടെ നാട്ടുകാർ ഒരുപോലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ കോഴിയെ പിടിക്കാൻ വന്നു, പിന്നീട് ഒരു നായ പിടിക്കാൻ വന്നു, ഇപ്പോൾ ഇതാ ഒരു ആടിനെ പിടിക്കാൻ വരുന്നു പുലി. ധോണിയിലാണ്. നേരത്തെ PT7 എന്ന ആനയെ കൊണ്ടായിരുന്നു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒരു പുലി കൂടി ഇറങ്ങി ധോണിക്കാർക്ക് നല്ല പണിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ പുലിക്കുള്ളൊരു കെണി ഒരുക്കി വെക്കണം. തീർച്ചയായിട്ടും ഇത് മറ്റുള്ള കുട്ടികളടക്കമുള്ളവരുള്ളൊരു മേഖലയല്ലേ, അവർക്ക് വലിയ ആശങ്കയുണ്ടാവും. രാത്രി കാലങ്ങളിലൊന്നും ആളുകൾക്ക് ധോണിയിൽ നിന്ന് പുറത്തോട്ട് പോകാനും ധോണിയിലേക്ക് വരാനും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. സെക്കൻഡ് ഷോയ്ക്കൊക്കെ അക്കാലത്ത് ധോണിക്കാർ പോയിട്ട് മാസങ്ങളായി എന്നാണ് പലരും നമ്മളോട് പറഞ്ഞിരുന്നത്. കാരണം രാത്രിയായാൽ ആന വരുമോ, ഇപ്പോൾ ഇതാ പുലി വരുമോ എന്ന ഭയത്തിലാണ് ഈ ധോണിയിലുള്ള ആളുകൾ ഇരിക്കുന്നത്. ധോണി പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഈ വനത്തിൻ്റെ അതിർത്തിയുമായിട്ട് ചേർന്ന് കിടക്കുന്നൊരു നല്ല പ്രദേശമാണ്. പക്ഷെ അവിടെയാണ് ഇപ്പോൾ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്നത്. ആനയ്ക്ക് ശേഷം പുലി. എന്താ അല്ലേ?